നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എങ്കില് എനിക്കാവും. എന്താ പറയട്ടെ ഞാൻ അകത്ത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന നിർമ്മലാമ്മയാണ് എന്റെ പെറ്റമ്മ. എന്നെ 10 മാസം വയറ്റിൽ ചുമന്ന് എനിക്ക് ജന്മം നൽകിയ എന്റെ അമ്മയുടെ പേരാണ് നിർമ്മല. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നീയും അമ്മയും കൂടെ അടുത്ത മുറിയിൽ സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടു. എല്ലാം ഞാൻ കേട്ട് നിൽക്കായിരുന്നു. ദൈവമേ, എല്ലാം കഴിയുന്നു പോയല്ലോ. ഏത് കാര്യം ഗൗത അറിയാൻ പാടില്ല എന്ന് കരുതി ഇക്കാലം അത്രയും ഞാൻ മറച്ചു പിടിച്ചോ. എല്ലാം ഗൗത അറിഞ്ഞു കഴിഞ്ഞല്ലോ. ഒരു കാരണവശാലും ഈ രഹസ്യം ഗൗത അറിയില്ലെന്ന് ഞാൻ സത്യം ചെയ്ത് കൊടുത്തതായിരുന്നു. ആ സത്യം എനിക്ക് പാലിക്കാനായില്ലല്ലോ ദൈവമേ. എന്നെ വായിന്ന് തന്നെ ഗൗത എല്ലാം അറിഞ്ഞല്ലോ. എന്തിനാ ഇത് ചെയ്തെന്ന് എന്നോട് ചോദിച്ച ഞാൻ എന്ത് മറുപടി പറയും? തലയിൽ കൈവച്ച് ചെയ്ത സത്യം എനിക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ ദൈവമേ. സത്യമോ? എന്താ നീ പറഞ്ഞത്? നീ ആർക്കാ സത്യം ചെയ്ത് കൊടുത്തേ? പറ. നിർമ്മലാമ്മ എന്റെ അമ്മയാണെന്നുള്ള സത്യം ഞാൻ അറിയാൻ പാടില്ലെന്ന് ആരാ നിന്നെ കൊണ്ട് സത്യം ചെയ്ത് വാങ്ങിച്ചത്? എനിക്കറിയണം ആർക്കാ നീ സത്യം ചെയ്ത് കൊടുത്തത്. പാറുവമ്മയ്ക്ക്. അമ്മയ്ക്ക്. അപ്പോ എന്റെ പെറ്റമ്മ നിർമ്മലാമ്മയാണെന്ന് പാറു അമ്മയ്ക്കും അറിയൂ? ചോദിച്ചു കേട്ടില്ല, അറിയൂന്ന്? അറിയാം. എന്തിനാ അമ്മ അങ്ങനെ ചെയ്തു? നിങ്ങള് രണ്ടും ചേർന്ന് എന്തിനാ എന്നിൽ നിന്ന് ആ സത്യം മറച്ചു വെച്ചു? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിനാ നിന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്? അല്ല നിധി, ഈ രഹസ്യങ്ങളൊക്കെ നീ എങ്ങനെ കണ്ടുപിടിച്ചത്? പറയാൻ പറയ നിധി.
ഇനി നീ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല നിധി. പറ, എനിക്കെല്ലാം അറിഞ്ഞേ പറ്റൂ. ഇല്ല, ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. എല്ലാം പറയാൻ ഞാൻ. ഒരു കാരണവശാലും ഗൗതമും നിർമ്മലയും തമ്മിൽ കാണരുത്. എന്നിട്ട് ഈ നാട്ടിൽ നിന്ന് എന്നെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടേക്കണം. അതായിരിക്കും നിധി നിനക്ക് നല്ലത്. പേടിയായിരുന്നു. സത്യം ഗൗതം അറിഞ്ഞ ഗൗതമിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോവെന്നുള്ള ഭയമായിരുന്നു പാർവമ്മയ്ക്ക്. ഏതെങ്കിലും കാരണവശാൽ ഗൗതം പെറ്റമ്മ ആരാണെന്ന് അറിയുന്ന നിമിഷം ആത്മഹത്യ ചെയ്ത് കളയുമെന്ന് ഇത്രയും കാലം പോറ്റി വളർത്തിയ ഗൗതമിന്റെ അമ്മ പറഞ്ഞു. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഗൗതം? ഗൗതം, എന്നോട് ക്ഷമിക്കുക ഗൗതം. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഗൗതം. ഇത്രയും വലിയൊരു ചതി എന്നോട് ചെയ്തിട്ട് എന്റെ മുന്നിൽ വന്നെന്ന് ക്ഷമിക്കണമെന്ന് പറയുന്നോ? ഇനി നിനക്ക് ഈ ഗൗതം മാപ്പ് തരില്ല നിധി. മാപ്പർഹിക്കുന്ന തെറ്റല്ല നീ എന്നോട് ചെയ്തത്. നിനക്കും എന്റെ പോറ്റമ്മയ്ക്കും ഞാൻ ആരാണെന്ന് അറിയായിരുന്നു. എന്തിനെന്നെ വെട്ടിയാക്കി, പമ്പര വെട്ടിയാക്കി. ഞാൻ നഷ്ടപ്പെട്ടു പോകുന്ന അമ്മ ഭയന്നു. എന്റെ സ്നേഹം കൈവിട്ടു പോകുന്നു പേടിച്ചു. അതുകൊണ്ട് സത്യം ചെയ്യിച്ചു നിന്നെ കൊണ്ട് അല്ലേ? അപ്പൊ പക്ഷേ നിനക്കും അമ്മയ്ക്ക് ഒരു കാര്യം ചിന്തിക്കായിരുന്നില്ലേ? പെറ്റമ്മയിൽ നിന്ന് മകനെ അകറ്റി നിർത്തുന്നത് പാപമാണെന്ന്.